അതന്നെ നമ്പർ അത് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇയാളുടെ നമ്പറാണ് എഴുതിയിട്ടില്ല. എന്നിട്ട് ആദ്യം തെറ്റി പറഞ്ഞതാണ് ഇവരുടെ ചേച്ചിയുടെ നമ്പറാണ് എഴുതി കൊടുത്തത്. പക്ഷെ പറഞ്ഞത് ഇത് തന്നെയാണ്. എപ്പോഴും പറഞ്ഞു അപ്പോഴും അറിയോ പറഞ്ഞത് അക്ബർ കംപ്ലീറ്റ് ചെയ്യുന്നു. പറഞ്ഞ ഒരുപാട് അവസരങ്ങൾ വെള്ള പോഷുന്നില്ല. ഞാനിതൊക്കെ പറയണം, കൈവാരത്തേക്കണം, മനസ്സിലായില്ലേ? ഞാൻ നമ്പർ കൊടുക്കുന്ന പടം അറിയണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്പർ കൊടുത്തു. ഇത് പറയുമ്പോൾ കാര്യമില്ല കേട്ടോ. ഏറ്റവും അടുത്ത സുഹൃത്താണ് ആദിലെന്ന് പറയണം. ഞാൻ അതിലെ പോയിട്ട് ഞാൻ നൂറൊക്കെ എടുത്തുന്ന രാത്രി നൂറും പറഞ്ഞവള് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴും മയക്കം മാറ്റിട്ടാണ് പറയണത്. അതുകൊണ്ട് എന്തില്ല, തെളിവില്ല. പിണങ്ങുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയും, ഇല്ലാത്തതും പറയും, ഒന്നും പറയും. ചേട്ടൻ എന്നെ 7 വർഷത്തെ അറിയുമോ? ചേട്ടൻ എന്നെ വിശ്വാസമാണോ? നാളെ പിടിക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്ത നമ്പർ എവിടത്തേക്കും കിട്ടുകയാണെങ്കിൽ ഞാൻ ചേട്ടൻ തുറപ്പ് പറയാണ്, എന്റെ നമ്പറല്ല, എന്റെ നമ്പർ അവൻ ഈ PR നമ്പറല്ല ഞാൻ എഴുതി കൊടുത്തത്, എന്റെ നമ്പർ. ഞാൻ പറഞ്ഞു എന്റെ ചേച്ചി അവൾ ഫോൺ എടുക്കുന്നതും പിന്നെ അവൾ സംസാരിച്ചാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാം അറിയാം എന്റെ കാര്യങ്ങള്. ചോദിച്ചത് എന്റെ പൊന്ന് ചേട്ടാ എന്റെ നമ്പറാണ് കൊടുത്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഐലൈനറിട്ട് എഴുതിയാണ് കൊടുത്തത്. ഞാൻ ഇത് എന്റെ റൂമിൽ എന്റെ ബെഡിൽ നിന്ന് ഉണ്ട്. ആ ഒന്നെങ്കിൽ അവളുടെ കബോർഡിൽ കാണും. അത് അവൾ കള്ളം പറയണേന്ന്. അവള് ഈ നമ്പറിൽ ഇതുപോലെ വേസ്റ്റിലിട്ട് കളഞ്ഞെന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതാണ്. എന്നിട്ട് അവൾ വേറൊരു കള്ളോട് പറഞ്ഞു, ഇത് പുറത്തിറങ്ങുമ്പോ അക്ബറിന് എന്തെങ്കിലും ചെയ്യണമെന്ന് പറയാം. ഞാൻ അങ്ങനെ പറയൂ, ഞാൻ അങ്ങനെ പറയൂ. ഞാൻ പറഞ്ഞു ഇവിടുത്തെ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞറിയുമോ, ഇവിടെ എന്റെ തിമ്മോട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യണ്ട, എന്തെങ്കിലും പറയണ്ട. കാരണം അന്ന് അക്ബറിന് വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കും. ഇപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ട്, എന്തെങ്കിലും പറ. ഞാൻ പറഞ്ഞു വീട്ടിലെന്തോ പറയാം, വീട്ടിലൊന്നും പറയാനില്ല, ഹാപ്പി ആയിട്ട് ഇരിക്കണം, കരയണമെന്നൊക്കെ അത് പറയണം, ഒന്നുമില്ല, ഞാൻ നന്നായിട്ട് നിൽക്കുന്നതെന്ന്, വിഷമിക്കുന്ന വേണ്ട, പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പ്രാർത്ഥിക്കണം, പിന്നെ എല്ലാ അമ്മകളിൽ പോയി ഒന്ന് ജസ്റ്റ് പ്രാർത്ഥിക്കണം എന്ന് പറയാൻ പറഞ്ഞു. എന്തെന്നും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ എന്താ എന്തോ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം പറയുന്നത്. ചിലപ്പോ കട്ട് ചെയ്തിട്ട് എന്താ ഇടുന്നതെന്ന് അറിയില്ല. ഈ കാര്യം അക്ബറിന് സംസാരിക്കണം, അല്ലെങ്കിൽ ഇത് എന്റെ దగ్గర ഇരിക്കും ഉറപ്പായിട്ടും. ഈ വ്യക്തി പറഞ്ഞു വെച്ചാൽ തന്നെ ഞാൻ ഇതൊക്കെ പറയണം ചേട്ടാ, ഇപ്പൊ ചേട്ടത് പറയണം, ഇങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. ഇത് മനുഷ്യരാ സഹിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ അമ്മയുടെ നമ്പർ കാണാൻ പാടുള്ളൂ. എന്റെ നമ്പർ എനിക്ക് 3 നമ്പറുണ്ട്. ആ 3 നമ്പർ ഒരൊറ്റ നമ്പറാണ് എനിക്ക് കാണാൻ അറിയാവുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുമോ? എന്നാ എനിക്കിവിടെ നിൽക്കട്ട. എന്റെ അമ്മ സത്യം, എന്റെ ദൈവങ്ങളാണ്, ഞാൻ എല്ലാ ദൈവങ്ങളും ഞാൻ അങ്ങനെ ഔട്ടായി പോട്ടെ. ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ എന്റെ നമ്പർ എഴുതി കൊടുത്തത്. എന്നെ വിശ്വസിക്കുന്നത് അറിഞ്ഞോടെ അവൾ അങ്ങനെ പറയുന്നത് അവൾ അനുഭവിക്കും. സത്യം അല്ല, എന്തിനും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇങ്ങനെ. ശൈത്യയുടെ കാര്യത്തിൽ പിണങ്ങിയെന്ന ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഒന്ന് നോക്കിയിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും? ഞാൻ സത്യമാണ് പറയാൻ തോന്നുന്നു. സത്യമാണ് ഇതൊക്കെ എന്ത് വാങ്ങിച്ചിട്ട് ചെയ്യാത്ത കുറ്റവും തഴയിൽ വെച്ചിരുന്നത്. പോകുന്നതിന് മുന്നേ ഞാൻ സത്യം അറിഞ്ഞത് നന്നായില്ലേ? അവൾ എന്തിനാണ് അങ്ങനെ കാണിച്ചത്?